Hi, hello, my dear students, my dear children. We are starting a new revision class. പ്രിയപ്പെട്ട കുട്ടികളെ നമ്മുടെ പരീക്ഷ ഏറ്റവും അടുത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഏറ്റവും പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത്. അല്ലാതെ ആരോ കമൻറ്റ് ചെയ്തതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. അങ്ങനെയല്ല, നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും നമ്മൾ ഏറ്റവും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. അല്ലാതെ വെറും ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണോ അല്ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുക എന്നുള്ളതല്ല നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോ പാഠത്തിൽ നിന്നും ഓരോ ചാപ്റ്ററിൽ നിന്നും നമുക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, അല്ലാതെ വെറുതെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ പറയുന്നത്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഈ പാർട്ട് 12 കഴിഞ്ഞ ദിവസം ടീച്ചർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ റിവിഷൻ ഒരു 11ഓളം ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പ്ലേലിസ്റ്റ് ടീച്ചർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് എടുത്ത് അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കും. നിങ്ങൾ ആ ലിങ്ക് എടുത്ത് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻ പരിചയപ്പെടുക. അതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ചോദ്യങ്ങൾ പഠിക്കണം, അതിൻ്റെ ആൻസർ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 64, ഇത് ഏറ്റവും ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഹൗ ഡിഡ് ദ ഇന്റേണൽ എമർജൻസി ഓഫ് 1975 അഫക്ട് ദ ഇന്ത്യൻ ഡെമോക്രസി? അനലൈസ്. ഇത് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ഇന്റേണൽ എമർജൻസി, എന്താണ് അതിൻ്റെ മലയാളം? അടിയന്തരാവസ്ഥ. നമ്മുടെ രാജ്യത്തെ 1975 ഉണ്ടായ ഇന്റേണൽ എമർജൻസി ഇന്ത്യൻ ഡെമോക്രസിയെ എങ്ങനെ അഫക്റ്റ് ചെയ്തു? The emergency was triggered by a perfect storm of economic instability, food shortage and unemployment, and political unrest. ഇവിടെ ബോൾഡായിട്ട് തന്നിരിക്കുന്നതുപോലെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ഇക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കി, പൊളിറ്റിക്കൽ അൺറസ്റ്റ് ഉണ്ടാക്കി. സ്പെസിഫിക്കലി the Gujarat and Bihar agitation led by Morarji Desai and Jayaprakash Narayanan. ഈ പൊളിറ്റിക്കൽ അൺട്രസ്റ്റിനെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് ഗുജറാത്തിലും അതുപോലെ തന്നെ ബീഹാറിലുമൊക്കെ ഉണ്ടായ അജിറ്റേഷൻസ്. അത് ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്? മൊറാർജി ദേശായി ആൻഡ് ജയപ്രകാശ് നാരായണൻ. അപ്പോൾ പൊളിറ്റിക്കൽ അൺട്രസ്റ്റ്. ദ ക്രൈസിസ് പീക്ഡ് വെൻ ദ അലഹബാദ് ഹൈക്കോർട്ട് ഇൻവാലിഡേറ്റഡ് ഇന്ദിരാഗാന്ധീസ് ഇലക്ഷൻ. അപ്പോൾ മൂന്നാമത് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്താണ്? അലഹബാദ് ഹൈക്കോർട്ട് ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷനെ ഇൻവാലിഡേറ്റ് ആക്കി, അതിനെ വാലിഡിറ്റി ഇല്ലാത്ത ഒന്നായിട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ, സൈറ്റിംഗ് ഇന്റേണൽ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഫ്രം റിസൾട്ടിംഗ് ഒപ്പോസിഷൻ പ്രൊട്ടസ്റ്റ്, ദ ഗവൺമെൻറ് ഡിക്ലെയർഡ് എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി. അപ്പോൾ ഇന്റേണലി ഇതുപോലുള്ള പൊളിറ്റിക്കൽ അജിറ്റേഷൻസ് ഒക്കെ വന്നതിൻ്റെ ഫലമായിട്ട് ഒരു ഇൻറ്റേർണൽ സെക്യൂരിറ്റിക്ക് ത്രെറ്റ് ഉണ്ട് എന്ന റീസൺ പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ഓപ്പോസിഷൻ്റെ പ്രൊട്ടസ്റ്റിനെ സർപ്രസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ദ ഗവൺമെൻറ് ഡിക്ലെയർഡ് എ സ്റ്റേറ്റ് ഓഫ് ഇൻറ്റേർണൽ എമർജൻസി. ഓക്കെ, ഇൻറ്റേർണൽ എമർജൻസി ഒരു തെറ്റായ നടപടിയായിരുന്നുവെന്ന് ഇന്ത്യയിലെ മജോറിറ്റി ആൾക്കാരും ഇന്നും എന്നും വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്റേണൽ എമർജൻസി നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയെ എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്നൊരു ക്വസ്റ്റ്യൻ വരും. ഇക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കി, പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് ഉണ്ടാക്കി, അലഹബാദ് ഹൈക്കോർട്ട് ഇൻവാലിഡേറ്റ് ചെയ്തു ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ. ഡ്യൂറിങ് ദിസ് പീരീഡ് ഡെമോക്രാറ്റിക് നോംസ് വെയർ സസ്പെൻഡഡ്. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള എല്ലാം സസ്പെൻഡ് ചെയ്യപ്പെട്ടു. കീ മെഷേഴ്സ് ഇൻക്ലൂഡഡ് the federal structure was dismantled and judicial review was curtailed. ജുഡീഷ്യൽ റിവ്യൂ കർട്ടൈൽ ചെയ്തു. ഫെഡറൽ സ്ട്രക്ചർ തന്നെ ഇല്ലാതായി. ഫണ്ടമെന്റൽ റൈറ്റ്സ് വെയർ ഫ്രോസൺ.
നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എല്ലാം മരവിപ്പിച്ചു, ഫ്രോസൺ. ദ പ്രസ് വാസ് സെൻസേർഡ്. പത്രങ്ങൾ സെൻസർഷിപ്പിന് വിധേയമായി, സെൻസേർഡ്. ആൻഡ് ഓപ്പോസിഷൻ ലീഡേഴ്സ് വെയർ ജയിൽഡ് വിതൗട്ട് ട്രയൽ. ട്രയൽ ഇല്ലാതെ ഓപ്പോസിഷൻ ലീഡേഴ്സിനെ ജയിലിലാക്കി. ഓക്കെ, അപ്പോൾ ഡെമോക്രസി മൊത്തത്തിൽ തന്നെ ഇല്ലാതായെന്ന് വേണേൽ പറയാം. അതാണ് അവിടെ സംഭവിച്ചത്. ഫെഡറൽ സ്ട്രക്ചർ തന്നെ ഇല്ലാതായി, ജുഡീഷ്യൽ റിവ്യൂ ഇല്ലാതായി, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫ്രോസണായി, പ്രസ്സിനെ സെൻസർ ചെയ്തു, ഓപ്പോസിഷൻ ലീഡേഴ്സ് വെയർ ജയിൽഡ് വിത്തൗട്ട് ട്രയൽ. ഇതൊക്കെ എഴുതിക്കോണം. ഇന്റേണൽ എമർജൻസി തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെച്ചോണം. ഓക്കെ, ഇവർ ഈ എമർജൻസി റിവോക്കേഷൻ നടത്തിയതിനെ പറ്റി കൂടി എഴുതുക. മാർച്ച് 1977 അതുകൂടി ഓർത്ത് വെക്കുക. പിന്നീട് അത് റിവോക്കേഷൻ നടത്തി, ഇന്റർണൽ എമർജൻസി മാറ്റി, വീണ്ടും നമ്മൾ ഡെമോക്രസിയിലേക്ക് തന്നെ വന്നു. അത് മാർച്ച് 1977, ഏകദേശം 2 years ആയിരുന്നു നമ്മുടെ ഇന്റേണൽ എമർജൻസി. ഇന്ത്യയുടെ ഒരു ഇരുണ്ട കാലമെന്ന് നമുക്കതിനെ വിളിക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് നിർഭയ മൂവ്മെൻറ്റ് 2012. ഇന്ത്യയെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു ഈ നിർഭയ സംഭവം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മൂവ്മെൻറ്റ് തന്നെ ഉണ്ടായി. അന്ന് ഡൽഹിയിൽ കൊല്ലപ്പെട്ട പെൺകുട്ടി അവിടെ പേര് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ അവക്കിട്ട പേരാണ് നിർഭയ. ഓക്കെ, ആ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ മൂവ്മെൻറ്റുമാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. നിങ്ങൾ അതിൻ്റെ ആൻസറും പഠിച്ചോടെ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. നമുക്കൊന്ന് നോക്കാം. എ മാസ് മൂവ്മെൻറ്റ് ഫോംഡ് ഇൻ ഡൽഹി ഫോളോയിങ് ദ ബ്രൂട്ടൽ സെക്ഷുവൽ അസോൾട്ട് ആൻഡ് മർഡർ ഓഫ് എ ഗേൾ ഇൻ 2012 sparkling nationwide protest. Brutal sexual assault and murder of a girl in 2012. എവിടെയാണ്? ഡൽഹി. അതാണ് നിർഭയ സംഭവം എന്ന് പറയുന്നത്. ഡെമോൺസ്ട്രേറ്റഡ് ബൈ ദ അതിൻ്റെ നിർഭയ മൂവ്മെൻറ്റിൻ്റെ നിങ്ങൾ നിർഭയ മൂവ്മെൻറ്റ് പഠിച്ചോളും. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിർഭയ മൂവ്മെൻറ്റ് അതിനെപ്പറ്റി സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഡൽഹിയിലെ ഈ സംഭവമാണ് ഈ നിർഭയ മൂവ്മെൻറ്റ്. ടീച്ചർ ഇതിൻ്റെ അവിടെ ഒരു ചെറിയ ഇത് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊരു പേജ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 65 കഴിഞ്ഞ് നമുക്ക് വന്നിരിക്കുന്ന പേജ് 69. അതുകൊണ്ട് അതിൻ്റെ ആൻസറിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പഠിക്കുക, നോട്ട്ബുക്ക് നോക്കി പഠിക്കുക കേട്ടോ. നമുക്ക് 69 അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ട്രൈബൽ റെസിസ്റ്റൻസ് എഗനിസ്റ്റ് ഇൻഇക്വാളിറ്റീസ്. ഇൻഇക്വാളിറ്റികൾക്കെതിരായി ട്രൈബൽ റെസിസ്റ്റൻസ് ഏതൊക്കെയാണ് ഇന്ത്യയിൽ നടന്നത്? സന്താൾ റിവോൾട്ട്, മുണ്ട റിവോൾട്ട്, ദെൻ കുറിച്യ ആൻഡ് കുറുമ്പ റിവോൾട്ട്. ഈ 3 റിവോൾട്ടുകൾ പഠിക്കുക. കുറിച്യ കുറുമ്പ റിവോൾട്ട് നടന്നത് വയനാട്ടിലാണ്, കേരളത്തിലാണ്. മുണ്ട റിവോൾട്ട് നടന്നത് ഛോട്ടാ നാഗപ്പൂർ, ജാർഖണ്ഡിലാണ്. അതുപോലെ തന്നെ സന്താൾ റിവോൾട്ട് നടന്നത് ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീസ, ബീഹാർ ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് സന്താളുകൾ. ഓക്കെ, സിദ്ധു മുർമു, കൻഹു മുർമു അവരാണ് സന്താൾ റിവോൾട്ടിൻ്റെ ലീഡേഴ്സ്. മുണ്ട റിവോൾട്ടിൻ്റെ ലീഡേഴ്സ് ബിർസ മുണ്ടയാണ്. അതുപോലെ കുറിച്യ കുറുമ്പ റിവോൾട്ടിൻ്റെ അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത് രാമൻ നമ്പി. ഈ സന്താൾ റിവോൾട്ടിൻ്റെയും മുണ്ട റിവോൾട്ടിൻ്റെയും കുറിച്യ റിവോൾട്ടിൻ്റെയും റീസൺസ് അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ എഴുതുമ്പോൾ ഏകദേശം ഇതിനെല്ലാം ഒരു സാമ്യം ഉണ്ടെങ്കിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എക്സ്പ്ലോയിറ്റേഷൻ ബൈ ലാൻഡ് ലോഡ്സ്, മണി ലെൻഡേഴ്സ് ആൻഡ് ഫോഴ്സ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, then British intervention in land ownership and exploitation by landlords, exploitation by money lenders, excessive taxation, intervention of the British in regional administration, displacement from traditional land,
ഓക്കെ, കോൺഫിസ്കേഷൻ ഓഫ് പ്രോപ്പർട്ടി. അപ്പോൾ ഏകദേശം സെയിം ആയിട്ടുള്ള റീസൺസ് ആണ് ഈ ട്രൈബൽ റിവോൾട്ടുകൾക്കെല്ലാം ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ എഴുതുമ്പം നിങ്ങൾക്ക് അത് എളുപ്പമാണ്. പക്ഷേ നിങ്ങൾ ഇത് എവിടെ നടന്നു, ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. റീസൺസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സെയിം റീസൺസ് ആണ് എല്ലായിടത്തും വരുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ 70, ക്വസ്റ്റ്യൻ നമ്പർ 70 നോക്കിക്കേ. മോസ്റ്റ് ഓഫ് ദ വില്ലേജ് ആൻഡ് സിറ്റീസ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ആർ ഇന്റർഡിപെൻഡൻറ്റ്. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇന്ത്യയിലെ മോസ്റ്റ് ഓഫ് ദ വില്ലേജസ് ആൻഡ് സിറ്റീസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ വെയർ ഇന്റർഡിപെൻഡൻറ്റ്. അത് ഇന്റർഡിപെൻഡൻ്റ് ആണ്. എങ്ങനെയാണ് സിറ്റികളും ഈ പറയുന്ന വില്ലേജസും ഇന്റർഡിപെൻഡൻ്റ് ആകുന്നത്? ആ സിറ്റീസ് ഡിപ്പെൻഡ് ഓൺ ദ വില്ലേജസ് ഫോർ റോ മെറ്റീരിയൽ ഫോർ ഫുഡ്. വില്ലേജസ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ സിറ്റീസ് ഫോർ ടെക്നോളജി ആൻഡ് മാർക്കറ്റ്. കറക്റ്റ് അല്ലേ? വില്ലേജ് ഇൻ contrast to cities emphasize social relationship and cooperation. Urban societies promote industrialization and provide modern employment opportunities. Urban life encourage cultural exchange. Rural and urban societies maintain equilibrium through interdependence and strengthen the Indian social system. അപ്പോൾ റോ മെറ്റീരിയൽസിനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫുഡിനായിട്ട് അർബൻ സൊസൈറ്റി വില്ലേജസിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ടെക്നോളജിക്കും മാർക്കറ്റിനും വേണ്ടി ഈ വില്ലേജസ് അർബൻ സൊസൈറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഇൻ്റർഡിപ്പെൻഡൻസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സൊസൈറ്റിയിൽ എക്വിലിബ്രിയം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇത് ചേർത്ത് നിങ്ങൾ ആൻസർ എഴുതുക. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 71. കമ്പയർ ദ ഐഡിയാസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് പ്ലൂറലിസം. അത് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് കേട്ടോ. നിങ്ങൾ കുറിച്ച് വെച്ചോ, ഈ ക്വസ്റ്റ്യൻ വരും. എന്താണ് ഡൈവേഴ്സിറ്റി, എന്താണ് പ്ലൂറലിസം? ഡൈവേഴ്സിറ്റിയും പ്ലൂറലിസവും ഒരുപോലെയാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ ഒരുപോലെയല്ല. നിങ്ങളതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. ഡൈവേഴ്സിറ്റി ഇൻ എ സൊസൈറ്റി മീൻസ് ദ പ്രസൻസ് ഓഫ് ഡിഫറൻസ് വിതിൻ സൊസൈറ്റി. ഇറ്റ് ഇൻക്ലൂഡ് കൾച്ചറൽ, റിലീജിയസ്, ലിംഗ്വിസ്റ്റിക്, റേഷ്യൽ ആൻഡ് സോഷ്യൽ distinctions. These diversities may not have mutual relations or mutual respect. എന്നാൽ പ്ലൂറലിസം എന്താണ്? പ്ലൂറലിസം പ്രൊമോട്ട് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്, ഫോസ്റ്ററിങ് മ്യൂച്വൽ റെസ്പെക്ട്, ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കൾച്ചറൽ, റിലീജിയസ്, ലിംഗ്വിസ്റ്റിക്, റേഷ്യൽ, സോഷ്യൽ വ്യത്യാസങ്ങളാണ് കാണുക. അവിടെ ഒരു ഗ്രൂപ്പിന് വേറൊരു ഗ്രൂപ്പിനോട് മ്യൂച്വൽ റിലേഷനോ മ്യൂച്വൽ റെസ്പെക്റ്റോ മ്യൂച്വൽ ലവോ ഇല്ല. എന്നാൽ പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലൂറലിസത്തിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പല സോഷ്യൽ ഗ്രൂപ്പുകൾ തമ്മിൽ റെസ്പെക്റ്റ് ഉണ്ട്, ലവ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഈ ഡൈവേഴ്സിറ്റി ഒക്കെ ഉണ്ടെങ്കിലും അവിടെ ആ ഡൈവേഴ്സിറ്റിക്ക് അകത്ത് റെസ്പെക്റ്റ് ഉണ്ട്, ലവ് ഉണ്ട്, മ്യൂച്വൽ ഹെൽപ്പ് ഉണ്ട്, അതുപോലെ തന്നെ മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ട്. പ്ലൂറലിസം എൻഷുവേഴ്സ് ദാറ്റ് ഡൈവേഴ്സിറ്റി ഡസ് നോട്ട് ലീഡ്സ് ടു ഡിവിഷൻ. പ്ലൂറലിസത്തിൽ ഡിവിഷൻ ഇല്ല. ഇൻസ്റ്റെഡ് ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു യൂണിറ്റി ആൻഡ് കോ എക്സിസ്റ്റൻസ്. അവിടെ യൂണിറ്റി ഉണ്ട്, കോ എക്സിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങളത് ഓർത്ത് വെക്കും. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായും 3 റിലിജൻസ് ഉണ്ട്: ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം. ഈ 3 കൂട്ടരും ഡിഫറെൻ്റ് ആണ്. അവരുടെ വേഷം, അവരുടെ ആരാധന, അവരുടെ ജീവിത രീതി, എല്ലാ കാര്യങ്ങളിലും ഡിഫറൻസ് ഉണ്ട്, ഡൈവേഴ്സിറ്റി ഉണ്ട്. പക്ഷേ എത്ര സ്നേഹത്തോടെയാണ് കേരളത്തിൽ ഈ 3 റിലീജിയസ് ഗ്രൂപ്പുകളും ജീവിക്കുന്നത്. അപ്പോൾ അതാണ് പ്ലൂറലിസം. ഡൈവേഴ്സിറ്റിക്ക് അകത്ത് കാണുന്ന ആ മ്യൂച്വൽ റെസ്പെക്റ്റ്, മ്യൂച്വൽ ലവ്, ഫ്രണ്ട്ഷിപ്പ് അല്ലേ? നമുക്ക് സ്കൂളിൽ നമ്മൾ ഹിന്ദു ആണെങ്കിൽ നമുക്ക് ക്രിസ്ത്യൻ കൂട്ടുകാരുണ്ട്, മുസ്ലിം കൂട്ടുകാരുണ്ട്. ഒരു വ്യത്യാസവും ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല. ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും മ്യൂച്വൽ ലവും അതുപോലെ തന്നെ റിലേഷൻഷിപ്പും കമ്മ്യൂണിക്കേഷനും എല്ലാമാണ് പ്ലൂറലിസം. പ്ലൂറലിസം കോൺട്രിബ്യൂട്ട് ടു യൂണിറ്റി ആൻഡ് കോ എക്സിസ്റ്റൻസ്. മനസ്സിലായല്ലോ? എന്നാൽ ഡൈവേഴ്സിറ്റിയിലോ
എല്ലാ ഡിഫറൻസും ഉണ്ട്. പക്ഷേ ആ ഡിഫറൻസിനകത്ത് ലവ്, റെസ്പെക്റ്റ്, മ്യൂച്വൽ കോ എക്സിസ്റ്റൻസ് ഇതൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ഡൈവേഴ്സിറ്റി അല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്, പ്ലൂറലിസമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഓരോരുത്തരും അവനവൻ്റെ രീതിയിൽ ജീവിച്ചോട്ടെ, പക്ഷേ അതിനകത്ത് നമ്മൾ എന്ത് കണ്ടെത്തണം? ഒരു യൂണിറ്റി കണ്ടെത്തണം. അപ്പോൾ ഇത് പഠിച്ചോണം കേട്ടോ. ഡൈവേഴ്സിറ്റി എന്താണ്, പ്ലൂറലിസം എന്താണ്? ക്വസ്റ്റ്യൻ വരും, എഴുതി വെച്ചോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നേ 72. എലുസിഡേറ്റ് ദ റോൾ ഓഫ് നാഷണൽ ഇൻ്റഗ്രേഷൻ ഇൻ ഓവർകമ്മിങ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ പ്ലൂറലിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റി ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയാണ്. പ്ലൂറലിസമാണ് നമുക്കിവിടെ ഉള്ളത്. പല മതങ്ങളും പല ഭാഷകളും പല വേഷങ്ങളും പല ആചാരങ്ങളും പല കൾച്ചറും ഒക്കെയുള്ള ആളുകളെ വളരെ ഞാൻ ഇന്ത്യക്കാരൻ എന്ന ആ ഒരു വിശ്വാസത്തിൽ എല്ലാവരുമായിട്ട് കോ എക്സിസ്റ്റൻസിൽ മ്യൂച്വൽ റിലേഷനിൽ ജീവിക്കുന്നു, യൂണിറ്റിയിൽ ജീവിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ അവിടെ ചില ചലഞ്ചസ് ഉണ്ട്. പ്ലൂറലിസം കംപ്ലീറ്റ് ഓക്കെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെയും ഇവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ചോദ്യം എന്താണ്? എലൂസിഡേറ്റ് ദ റോൾ ഓഫ് നാഷണൽ ഇൻ്റഗ്രേഷൻ. ഈ പ്ലൂറലിസത്തിൽ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടെങ്കിൽ, പ്ലൂറലിസത്തിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറികളുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കി പ്ലൂറലിസത്തെ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തുകൊണ്ട് വരാൻ നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന ആ കാര്യത്തിന് എത്രമാത്രം റോൾ ഉണ്ടെന്നാണ് ചോദിക്കുക. അതാണ് ചോദ്യം. നാഷണൽ ഇൻ്റഗ്രേഷൻ നമ്മൾ കൊണ്ടുവന്നാൽ പ്ലൂറലിസത്തിലെ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചലഞ്ചസ്, ആ ചലഞ്ചസിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം. നാഷണൽ ഇൻ്റഗ്രേഷനും പ്ലൂറലിസവും. നാഷണൽ ഇൻ്റഗ്രേഷൻ ഇസ് എ പ്രോസസ് ബൈ വിച്ച് people from different background, religions, language, religion and cultures are respected for their diversity, leading to a unified and harmonious state. It also emphasizes people's identity, solidarity and public identity while respecting their diversity. India's national integration is a process that unifies Indian society, ensures inclusive participation of all marginalized groups and ensures equal participation for all groups in society. It ensures coexistence, tolerance and secularism. ഓക്കെ, നാഷണൽ ഇൻ്റഗ്രേഷൻ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നാൽ പ്ലൂറലിസത്തിന് എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ രാജ്യത്തെ എന്ത് എംഫസൈസ് ചെയ്യാൻ പറ്റും? എംഫസൈസ് പീപ്പിൾസ് ഐഡൻറ്റിറ്റി, സോളിഡാരിറ്റി ആൻഡ് പീപ്പിൾസ് ഐഡൻറ്റിറ്റി വൈ റെസ്പെക്റ്റിംഗ് ദെയർ ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റിയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ഐഡൻറ്റിറ്റിയെ അതേ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അവരുടെ പബ്ലിക് ഐഡൻറ്റിറ്റി, ഓക്കെ, മാർജിനലൈസ്ഡ് ഗ്രൂപ്പിനെ കൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അവരുടെ ഈക്വൽ പാർട്ടിസിപ്പേഷൻ നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. ഫോർ ഓൾ ഗ്രൂപ്പ്സ് ഇൻ സൊസൈറ്റി, ഈക്വൽ പാർട്ടിസിപ്പേഷൻ. സോ നാഷണൽ ഇൻ്റഗ്രേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എൻഷുറിങ് പ്ലൂറലിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ ആ ക്വസ്റ്റ്യനും പഠിച്ചോണം കേട്ടോ. അതും വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഒന്നുകൂടി വിലയിരുത്തുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമ്മുടെ ഇൻ്റർണൽ എമർജൻസി നമ്മളൊരു ചോദ്യം കണ്ടു, നിർഭയ മൂവ്മെൻ്റ് ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അതുപോലെ തന്നെ നമ്മുടെ ട്രൈബൽ റിവോൾട്ടുകളെ ക്വസ്റ്റ്യൻ കണ്ടു, അതുപോലെ വില്ലേജും സിറ്റികളും തമ്മിൽ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആകുന്നത് എങ്ങനെയാണെന്ന് കണ്ടു, ഡൈവേഴ്സിറ്റിയും പ്ലൂറലിസവും തമ്മിലുള്ള ആ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു. അവസാനമായിട്ട് പ്ലൂറലിസത്തിൻ്റെ ചലഞ്ചസിനെ നാഷണൽ ഇൻ്റഗ്രേഷനിലൂടെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നും നമ്മൾ കണ്ടു. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക, ഇതിൻ്റെ ആൻസർ ഉറപ്പിച്ചു വെക്കുക. പക്ക നിങ്ങൾക്കിത് പരീക്ഷയ്ക്ക് വരാനുള്ള എല്ലാ സാധ്യതയും ടീച്ചർ കാണുന്നുണ്ട്. നമുക്ക് ഇനിയും വീഡിയോകൾ ഉണ്ടാവും. മറ്റ് ചില ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പഠിക്കുക കേട്ടോ, നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക.